ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ട്രിവാൻഡ്രം എയറുടെയും അതുപോലെ തന്നെ കാലിക്കറ്റ് എയറുടെയും ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ നോട്ടിഫിക്കേഷൻ നിലവിൽ ഇന്ത്യൻ ആർമി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ കീഴിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ ആർമിയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കാം. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാവരും കാത്തിരുന്നൊരു റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ നോട്ടിഫിക്കേഷനാണ് നിലവിൽ ഇന്ത്യൻ ആർമി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 2024 അപേക്ഷിച്ച് കുറച്ച് മാറ്റങ്ങളുമായിട്ടാണ് 2025 റിക്രൂട്ട്മെൻറ്റ് റാലി വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യം ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 12/3/2025 മുതൽ 10/4/2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഇമ്പാർട്ടൻ്റ് അപേക്ഷിക്കുക. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ നിലവിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് 2025 ജൂൺ മാസത്തിലാണ്. ഏകദേശ ഡേറ്റ് ആണ്, ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾ എക്സാമിനേഷന് തയ്യാറെടുക്കേണ്ടതാണ്. ട്രിവാൻഡ്രം എയറുടെ കീഴിൽ വന്നിട്ടുള്ള റാലിയിൽ ഏതൊക്കെ ജില്ലക്കാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി തുടങ്ങിയ ജില്ലക്കാർക്കാണ് ട്രിവാൻഡ്രം എയറുടെ റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കാം. കാലിക്കറ്റ് എയറുടെ റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ ഏതൊക്കെ ജില്ലക്കാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് നോക്കുകയാണെങ്കിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ആൻഡ് യൂണിയൻ ടെറിട്ടറി ഓഫ് മാഹി ആൻഡ് ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവർക്കാണ് കാലിക്കറ്റ് എയറുടെ റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കാം. നിലവിൽ ഏതൊക്കെ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ അഗ്നിവീർ GD, അഗ്നിവീർ ടെക്നിക്കൽ, അഗ്നിവീർ ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ, അഗ്നിവീർ ട്രേഡ്സ്മാൻ 10th പാസ്, അതുപോലെ തന്നെ അഗ്നിവീർ ട്രേഡ്സ്മാൻ 8th പാസ് തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ആദ്യം അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 17 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 1 ഒക്ടോബർ 2004 1 ഏപ്രിൽ 2008 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി നോക്കാം. 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് 45% മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും മിനിമം 33% കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത അഗ്നിവീർ ടെക്നിക്കൽ പോസ്റ്റ് നോക്കുവാണെങ്കിൽ +2 ആണ്. +2 സയൻസ് സബ്ജക്റ്റിൽ 50% മാർക്കോട് കൂടി പാസ്സായിട്ടുള്ളവർക്കാണ് അഗ്നിവീർ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് തുടങ്ങിയ 4 സബ്ജക്റ്റും +2 പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും 40% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത അഗ്നിവീർ ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ +2 ആണ്. +2 60% മാർക്കോട് കൂടി പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും 50% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഇംഗ്ലീഷിനും മാത്സ് അല്ലെങ്കിൽ അക്കൗണ്ടൻസ് അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് തുടങ്ങിയൊരു 3 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് +2 പഠിച്ചിരിക്കേണ്ടതാണ്. ആ ഒരു സബ്ജക്റ്റിന് 50% മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അഗ്നിവീർ ക്ലർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത അഗ്നിവീർ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഓരോ സബ്ജക്റ്റിനും മിനിമം 33% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത അഗ്നിവീർ ട്രേഡ്സ്മാൻ 8th പാസ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 8ാം ക്ലാസ് പാസ്സാണ്. 8ാം ക്ലാസ്സിൽ ഓരോ സബ്ജക്റ്റിനും മിനിമം 33% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അഗ്നിവീർ ട്രേഡ്സ്മാൻ 8th പാസ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കും വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും. ഇനി അടുത്ത ഓരോ പോസ്റ്റിലേക്കും അപേക്ഷിക്കാനുള്ള ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി, അഗ്നിവീർ ട്രേഡ്സ്മാൻ 10th പാസ്, അഗ്നിവീർ ട്രേഡ്സ്മാൻ 8th പാസ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ഹൈറ്റ് മിനിമം 166 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. അഗ്നിവീർ ടെക്നിക്കൽ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി.
അഗ്നിവീർ ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 162 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ഇനി അടുത്ത ചെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ചെസ്റ്റ് മിനിമം എല്ലാ പോസ്റ്റിലേക്കും 77 സെൻറ്റിമീറ്ററും +5 എക്സ്പാൻഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത വെയ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ വെയ്റ്റ് കറക്റ്റായിട്ടുള്ള ഏജിനും ഹൈറ്റിനും അനുസരിച്ചായിരിക്കേണ്ടതാണ്. ഇത് കറക്റ്റായിട്ട് തന്നെ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അടുത്ത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ കുറച്ച് മാറ്റങ്ങളുമായിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ്. 1.6 കിലോമീറ്റർ റണ്ണിങ്ങിനെ 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ 2 ഗ്രൂപ്പ് വരെ ആയിരുന്നു. എന്നാൽ ഈ വർഷം മുതൽ 4 ഗ്രൂപ്പ് വരെ ആക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് 1ൽ 5 മിനിറ്റിനും 30 സെക്കൻഡിനുള്ളിൽ ഫിനിഷ് ചെയ്യുന്നവരാണ് ഗ്രൂപ്പ് 1ൽ ഉൾപ്പെടുന്നത്. അവർക്ക് 60 മാർക്ക് വരെ ലഭിക്കുന്നതാണ്. ഗ്രൂപ്പ് 2ൽ ഫിനിഷ് ചെയ്യുന്നത് 5 മിനിറ്റിനും 31 സെക്കൻഡിനും 5 മിനിറ്റിനും 45 സെക്കൻഡിനും ഈ ഒരു ടൈമിനിടയിൽ ഫിനിഷ് ചെയ്യുന്നവരാണ് ഗ്രൂപ്പ് 2ൽ ഉൾപ്പെടുന്നത്. അവർക്ക് 48 മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ഗ്രൂപ്പ് 3ൽ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റിനും 46 സെക്കൻഡിനും 6 മിനിറ്റിനും ഇടയിൽ ഫിനിഷ് ചെയ്യുന്നവരാണ് ഗ്രൂപ്പ് 3ൽ ഉൾപ്പെടുന്നവർ. അവർക്ക് 36 മാർക്ക് വരെ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ഗ്രൂപ്പ് 4ൽ 6 മിനിറ്റിനും 1 സെക്കൻഡിനും 6 മിനിറ്റിനും 15 സെക്കൻഡിനും ഇടയിൽ ഫിനിഷ് ചെയ്യുന്നവരാണ് ഗ്രൂപ്പ് 4ൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് 4ൽ ഉൾപ്പെടുന്നത്. അവർക്ക് 24 മാർക്ക് വരെ ലഭിക്കുന്നതാണ്. ഇങ്ങനെ 4 ഗ്രൂപ്പായിട്ടാണ് നിലവിൽ 1.6 കിലോമീറ്റർ റണ്ണിങ്ങിനെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഫിനിഷ് ചെയ്യേണ്ടതാണ്. ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ റണ്ണിങ്ങിൽ നിന്നും പുറത്താകുന്നതാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് പുള്ളപ്സ് ആണ്. നിങ്ങൾ മിനിമം 6 പുള്ളപ്സെങ്കിലും എടുക്കേണ്ടതാണ്. മാക്സിമം നിങ്ങൾക്ക് 10 പുള്ളപ്സ് വരെ എടുക്കാൻ സാധിക്കുന്നതാണ്. 6 പുള്ളപ്സ് എടുത്തു കഴിഞ്ഞാൽ 16 മാർക്കും, 7 പുള്ളപ്സ് എടുത്തു കഴിഞ്ഞാൽ 21 മാർക്കും, 8 പുള്ളപ്സ് എടുത്തു കഴിഞ്ഞാൽ 27 മാർക്കും, 9 പുള്ളപ്സ് എടുത്തു കഴിഞ്ഞാൽ 33 മാർക്കും, 10 പുള്ളപ്സ് എടുത്തു കഴിഞ്ഞാൽ 40 മാർക്കും. അങ്ങനെ ഓരോ പുള്ളപ്പിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. മിനിമം 6 പുള്ളപ്പെങ്കിലും എടുക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് 9 ഫീറ്റ് ഡിച്ചാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ പാസ് തരുന്നാൽ മതി. ഇനി അടുത്തായിട്ട് വരുന്നത് 6 ആക്ക് ബാലൻസ് ആണ്. ഈ ഒരു ഐറ്റം നിങ്ങൾ ജസ്റ്റ് പാസ് തരുന്നാൽ മാത്രം മതി. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. അതുപോലെ തന്നെ അഗ്നിവീർ ടെക്നിക്കിൽ അഗ്നിവീർ ക്ലർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ ഈ ഒരു ഐറ്റങ്ങളെല്ലാം ജസ്റ്റ് പാസ് തരുന്നാൽ മാത്രം മതി. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.joinindianarmy.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 10 ഏപ്രിൽ 2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി അടയ്ക്കാൻ സാധിക്കുന്നതാണ്. SC ST കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സ് എല്ലാം നിർബന്ധമായിട്ടും ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. ആർക്കും റിലാക്സേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഫീസ് അടച്ചാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ അത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.